ജന്മാദ്യസ്ഥേതുന്യയാതിതരതച്ചാർത്ഥേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തേ സൂര്യാത്തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര തിസർഗോംഷാ ദാംനാ സേന സദാ നിരസ്തൗഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചു. 2-ാമത്തെ അധ്യായമാണ് ഇനി പറയേണ്ടത്. 1-ാമത്തെ അധ്യായം വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. ഭഗവത് ഭക്തന്മാർക്ക് ഈ ലോകത്തിൽ ഒറ്റൊന്നിനോടും ആസക്തി ഉണ്ടാവില്ല, ഒന്നൊഴികെ. അതെന്താ? ഈശ്വരകഥ കേൾക്കൽ, അതിനോട് ആസക്തി ഉണ്ടാവും എന്നാണ്. വേറെ ഒരു കാര്യത്തിനോടും നിർബന്ധമില്ലാത്തവരാണത്രേ യഥാർത്ഥ ഭക്തന്മാർ. അപ്പം അത് പെട്ട ആളാണ് ആരാ? വിതുരൻ. അപ്പോൾ വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തയ അർത്ഥായ ജാതസ്സേ ദുഷ്ടജസ്യ വാർത്താം. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ സജ്ജനങ്ങളുടെ ആ ഒരു നിലനിൽപ്പിനായിക്കൊണ്ടും ദുഷ്ടജനങ്ങളുടെ ഇല്ലായ്മയ്ക്കും ആയിക്കൊണ്ടും അവതരിച്ചതായിട്ടുള്ള സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയില്ലേ ഈ ചെവി കൊണ്ട് കേൾക്കേണ്ടതും പറയേണ്ടതും. വേറെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വിരുദ്ധവാ, എനിക്ക് ആ ഭഗവാന്റെ കഥയുണ്ടല്ലോ കേൾക്കാൻ. വേഴാമ്പൽ എപ്രകാരമാണോ വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്നത്, അതുപോലെ എൻ്റെ മനസ്സ് അത് കേൾക്കാൻ വളരെയേറെ ദാഹിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിലും ശ്രീശുക ഉവാചാം ഇതി ഭാഗവത പൃഷ്ട ക്ഷത്രവാർത്താം പ്രിയാശ്രയാം പ്രതിവക്തന്ന ചോത്സേക ഔത്കണ്ഠ്യാസ്മാരിതേശ്വര. ഏതൊരു സന്ദർഭത്തിലാണ് ഇത് പറയുന്നത്? ഭഗവാന്റെ കഥ പറയണം എന്നും ഭഗവാന് സുഖല്ലേ, രാമന് സുഖല്ലേ, കൃഷ്ണന് സുഖല്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു സമയം, ആ ഒരു സന്ദർഭം ശരിക്കും ഭഗവാൻ ഇവിടുന്ന് പോയ സമയമാണ്. വളരെയേറെ ആകാംക്ഷയോട് നമ്മളൊരാളുടെ കുശല പ്രശ്നം ചോദിക്കുന്നു. ആ സമയത്ത് അയാൾ മരിച്ചു എന്ന വിവരമാണ് ഈ ചോദിക്കപ്പെട്ട ആൾക്ക് പറയേണ്ടി വരേണ്ടത്. എങ്കിൽ അങ്ങനെ വന്നതെങ്കിൽ ആ ഒരു അവസ്ഥ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതും അത്യാർത്തിയോട് കൂടിയിട്ട് മരിച്ചത് വിതുരൻ അറിഞ്ഞിട്ടില്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സ്വധാമഗമനം. ഭഗവാനാകുമ്പോൾ നമ്മൾ മരിക്കുക എന്ന് പറയില്ലല്ലോ. സ്വധാമഗമനം നടന്നു കഴിഞ്ഞത് ആരറിഞ്ഞിട്ടില്ല? ഈ ചോദിക്കുന്ന ഭക്തനായിട്ടുള്ള വിതുരൻ അറിഞ്ഞിട്ടില്ല. ഉദ്ധവനാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ വല്ലാതെ വിഷമം തോന്നി. കൃഷ്ണൻ്റെ ഈ ലോകത്തിൽ നിന്നുമുള്ള എന്നേക്കും ആയ വിരഹവാർത്തയല്ലേ ആകാംക്ഷയോടുകൂടി കൃഷ്ണകഥ ചോദിച്ച വിതുരനോട് ഇപ്പം തനിക്ക് പറയേണ്ടത്. ഇതി ഭാഗവത പൃഷ്ട ചോദിക്കപ്പെട്ട, ഭാഗവതനായിരിക്കുന്ന വിതുരനാൽ ചോദിക്കപ്പെട്ട ക്ഷത്ര ഉദ്ധവൻ. ഭാഗവത പൃഷ്ട ക്ഷത്ര എന്ന് പറഞ്ഞാലും വിതുരൻ്റെ തന്നെയാണ്. ഭാഗവതനായ ക്ഷത്രൻ എന്നർത്ഥം. അങ്ങനെ ഭാഗവതനായ ക്ഷത്രനാൽ വിതുരനാൽ ചോദിക്കപ്പെട്ട വാർത്താം പ്രിയാശ്രയാം. ആരുടെ വാർത്ത? പ്രിയാശ്രയാം, പ്രിയനെ ആശ്രയിച്ചിരിക്കുന്ന വാർത്ത. ഏറ്റവും ഇഷ്ടമുള്ള ആളാണല്ലോ പ്രിയൻ. വല്ലാതെ ഉദ്ധവൻ ദുഃഖിച്ചു. ഒരു നിമിഷം മറുപടി പറയാൻ തന്നെ ശക്തനായില്ല. പ്രതിവക്തം, മറുപടി പറയാനായിക്കൊണ്ട് ന ചോത്സേഹ, മറുപടി പറയാനായിക്കൊണ്ട് ഉത്സാഹിച്ചില്ല, കഴിവുണ്ടായില്ല മറുപടി പറയാൻ. എന്ത് കാരണം കൊണ്ട്? ഔത്കണ്ഠ്യാസ്മരിതേശ്വര, തൻ്റെ ഭഗവാനെ മനസ്സിലിങ്ങോട്ട് സ്മരിച്ചു. എന്നേക്കുമായിട്ട് ഈ ലോകം വിട്ടു പോകരുതേ ഭഗവാനെ, അഥവാ പോവുകയാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിച്ച ആളാണ് ഉദ്ധവൻ. കൊണ്ടുപോയില്ല ഭഗവാൻ. അത് മാത്രം ഉദ്ധവ പറയരുത്.
കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്ത് ആരും ഒപ്പം ജനിക്കണില്ല, ആരും ഒപ്പം മരിക്കണമില്ല. ഈ നിയമം മാറ്റാൻ പറ്റുമോ? ഒന്നങ്ങേ ഞാൻ കൊണ്ടുപോയില്ല, എനിക്കോ പോവാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തൻ്റെ സ്വധാമത്തേക്ക് പോയി. സർവ്വലോകങ്ങളിലും ഭഗവാനെ കാണാനുള്ള മാർഗം ജ്ഞാനോപദേശമായിട്ട് ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദുഃഖിച്ചതായിട്ടുള്ള ഉദ്ധവൻ ഔത്കണ്ഠ്യാത് വിരഹദുഃഖ നിമിത്തം പിതൃനോട് മറുപടി പറയാൻ പോലും ഒരു നിമിഷം ശക്തനായില്ല. എന്താ കാരണം? യപ്പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നേച്ചൽ രജയന്യസ്യ സപര്യാം ബാലലീലയാ. തത് പ്ലസ് ന പ്ലസ് ഇച്ഛത് പ്ലസ് രചയൻ എന്നൊക്കെ ആട്ടോ വാക്കുകൾ. എനിക്കായാലും അത് ശരിക്കും വായിക്കാൻ പറ്റുമോ കാര്യങ്ങൾ അറിഞ്ഞാൽ? തത് ന തത് നെയ് ഇച്ഛത് കൂടുമ്പോഴാണ് തന്നെ ഇച്ഛത്. തത് പ്ലസ് ന പ്ലസ് ഇച്ഛത് തന്നെ ഇച്ഛത്. തന്ന ഇച്ഛത് അതിനെ ആഗ്രഹിച്ചില്ല. രചയന്യസ്യ കൂടിയിട്ടാണ് ദ്രജയൻ ആവണത്. ഇച്ഛത് പ്ലസ് രചയൻ, ഇച്ഛത് രചയൻ. അപ്പം ത നൈച്ഛ രചയത് രചയൻ ആണുങ്ങളെ പുരുഷ ഇന്ത്യത്ത് പറയുന്ന രചയൻ, അത് രചയൻ. യസ്യ കൂടുമ്പോഴാണ് രചയൻ പ്ലസ് യസ്യ രചയന്യസ്യ. സപര്യാം ബാലലീലയാ കുട്ടിക്കാലത്ത് മുതൽക്ക് ഈ ഉദ്ധവൻ ഭഗവാനെ പൂജ, ഭക്തി, ഭഗവത് കഥകൾ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൽപരനാണ്. അപ്പം അമ്മ ചിലപ്പോൾ ഭക്ഷണത്തിന് വിളിക്കും, ഉദ്ധവ ഭക്ഷണം കഴിക്കണ്ടേ, നേരം പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയമായി. അപ്പോൾ ഭഗവാൻ പറയും ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ്. ഉദ്ധവൻ പറയും അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് മതി, ഭക്ഷണത്തിലുണ്ടോ താല്പര്യം, വേറെ വല്ലതിലുണ്ടോ താല്പര്യം, യാതൊന്നിലും താല്പര്യമില്ല ഉദ്ധവന്. 5 വയസ്സ് പഞ്ചഹായനോ 5 വയസ്സാകുമ്പോൾ മാത്ര, മാത എന്നുള്ളതിൻ്റെ വിഭക്തി രൂപമാണ് മാത്ര, അമ്മയാൽ. ഏതോ ആവട്ടെ പഞ്ചമിയോ അഷ്ടമിയൊക്കെ വരുമ്പോഴാണ് ഈ മാത്ര, അമ്മയാൽ അതിനെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ പ്രാതരാശായ ഭക്ഷണം പ്രാതരാശായ യാചിത, അമ്മ കേണപേക്ഷിക്കുന്നതാണ്. കുട്ടികൾ കഴിക്കാൻ അമ്മയ്ക്കല്ലേ മുട്ട, ഒന്ന് കഴിക്കുക കൂട്ടി അല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ എത്രയോ പറയും അതിനോടൊന്ന് കഴിക്കാൻ പറയൂ കേട്ടോ, ഇടയ്ക്ക് നമ്മളോടും പറയും ഇല്ലേ ഒന്ന് പറഞ്ഞാൽ കേൾക്കാഞ്ഞാലേ. അപ്പോൾ ആർക്കാ വിഷമം? കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മയ്ക്കാണ്. അങ്ങനെ പറഞ്ഞ് ഭഗവാനെ പൂജിക്കുന്നതിൽ തൽപരനാണ് ഉദ്ധവൻ. ഭക്ഷണവും വേണ്ട, വേഗത്തിൽ വേറൊരു കാര്യവും വേണ്ട. തന്നേച്ഛ രചയന്യസ്യ സപര്യാം ബാലലീലയാം അതിനെ, ആ ഭക്ഷണത്തിനെ ആഗ്രഹിച്ചില്ല. രചയൻ യാതൊരു വിധ താല്പര്യവും ഇല്ല, ഇച്ഛിച്ചില്ല എന്നർത്ഥം. ത നൈച്ഛത് അതിനെ ഇച്ഛിച്ചില്ല. രചയൻ ഈശ്വരപൂജ ചെയ്യുന്നവനായിട്ട് എന്നാണ്. സപര്യ പൂജ, ഈശ്വരപൂജ രചയൻ അത് ചെയ്യുന്നവനായിട്ട്. ഇന്ന ഇച്ഛത് ഭക്ഷണം കഴിക്കാനും ആഗ്രഹമില്ല. അതങ്ങനെയാണ് ഈശ്വരഭാവത്തിൽ നമുക്ക് അങ്ങോട്ട് മുഴുകിയാൽ പിന്നെ ഈ ലോകത്തിലത്തെ ഒരു കാര്യത്തിനും താല്പര്യം ഉണ്ടാവില്ല. നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർ മടുക്കും. ഈ വിദ്വാനം ഒന്നും വേണ്ട, വെറും ഭാഗവതം മാത്രമേ വേണ്ടൂ. പക്ഷെ നമുക്കതൊരു സുഖമാണ്, അങ്ങനെ പറഞ്ഞോട്ടെ. കാരണം ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സുഖമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ടെൻഷനും ദുഃഖവും പരദൂഷണവും ഭേദബുദ്ധിയും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം അതിൽ നിന്നൊക്കെ കുറച്ചു നേരം വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്കത് വലിയൊരു കാര്യമാണ് എന്നർത്ഥം. സ കഥം സേവയാ തസ്യ കാലേന ജനസംഗത പൃഷ്ടോ വാർത്താം പ്രതിർഭൂയാത് ഭർത്തുപാദാവനുസ്മരൻ. ഭർത്തു തൻ്റെ
എല്ലാമായിട്ടുള്ള ആളാണ് ഭർത്തു. സ്വാമി, യജമാനൻ, തൻ്റെ എല്ലാം ആണ് ഭഗവാൻ. അവന് ഭഗവാനെ കഴിച്ചിട്ട് ഈ ലോകത്തിൽ വേറൊരാളുള്ളൂ, വേറൊരു വിഷയമുള്ളൂ. ആ ഭഗവാനെ ഇങ്ങോട്ട് ഓർത്തപ്പോൾ തന്നെ 2 കണ്ണിലും വെള്ളം നിറഞ്ഞു, ശരീരത്തിലൊക്കെ വിറയ്ക്കൽ വന്നു. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞത്, അവൻ്റെ സേവ കൊണ്ട് സ കഥം സേവയാ തസ്യ സേവയാ, ആ ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് ജരസംഗത, ജരയെ പ്രാപിച്ചിരിക്കുന്ന അവൻ ഭഗവത് പാദഫലങ്ങളെ പ്രാപിച്ച് വളരെയേറെ വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കുട്ടിക്കാലത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പം ജരസംഗത, പ്രായമായിരിക്കണു ഇതുവരന്. അപ്പം ജരസംഗത ആയിരിക്കുന്നതായ തസ്യ സേവയാ, ഭഗവാനെ സേവിച്ച് പ്രായമായ ഈ സമയത്ത് പൃഷ്ടോ വാർത്താം, ഭഗവാന്റെ കാര്യത്തെ ചോദിച്ചിരിക്കണു. ഭഗവാനാണെച്ചാലോ എന്നേക്കുമായിട്ട് ലോകം വിട്ടു പോയി, ഇനിയൊരു നോക്ക് കാണാൻ പറ്റുമോ, അതും കൂടി ഇല്ല. അങ്ങനത്തെ പോക്കാണല്ലോ പോയിരിക്കണം. ആ ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ച് ഒരു നിമിഷം ഒന്നും മറുപടി പറയാൻ സാധിച്ചില്ല. സ മുഹൂർത്തം അഭൂത് തൂഷ്ണീം, അഭൂത് തൂഷ്ണീം, അഭൂത് പ്ലസ് ചെറിയ ത, ഉറപ്പിക്കാത്ത തൂഷ്ണീമാണ് ഉറപ്പിച്ച തൂഷ്ണീം ആവണത്. തൂഷ്ണീം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സൈലൻറ്റ്, മൗനമായിട്ടിരിക്കുന്നതാണ് തൂഷ്ണീം ബഭൂവ എന്ന് പറയാം. സമുഹൂർത്തം അഭൂത് തൂഷ്ണീം ആകുമ്പോൾ തൂഷ്ണീന്നായി. ശരിക്കും തൂഷ്ണീന്നേ ഉള്ളൂ. സാധാ അഭൂത് പ്ലസ് തൂഷ്ണീം, തൂഷ്ണീം അഭൂത്. കുറേ സമയം മിണ്ടാതെ ഇരുന്നു. ഈ ഭഗവാന്റെ കഥയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ചില ആൾക്കാർ കാണാം കണ്ണടച്ചിട്ട് കുറച്ച് നേരാണ്ട് ഇരിക്കണോടെ പറയലവിടെ നിർത്തി എന്താ അതിങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പുറത്തേക്ക് പറയാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരില്ലേ ഭക്തിയുടെ വലിയ ഭാവത്തിൽ. സ്വർഗാരോഹണോ അവതാരമോ കൊണ്ട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് സമുഹൂർത്തം അഭൂത് തൂഷ്ണീം, ചെറിയൊരു സമയം മിണ്ടാൻ പറ്റിയില്ല. കൃഷ്ണാംഘ്രിസുതയാഭൃശം, കൃഷ്ണപാദങ്ങളാകുന്ന അമൃതം, അതിൻ്റെ സുഖം ആസ്വദിച്ചിട്ട്, വല്ലാത്തൊരു അമൃതമാണത്. അത് ആസ്വദിച്ചവർക്കേ അറിയൂ, എല്ലാത്രയല്ലേ അറിയുള്ളൂ അല്ലേ. ആസ്വദിക്കാത്തവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ പരിഹാസം ഉണ്ടാവും ചിലർക്ക്. അവർക്കുണ്ടോ വല്ലതും അറിയണു. സാധു നിർവൃത, ആനന്ദം അനുഭവിച്ചവനും തീവ്രേണ ഭക്തി യോഗേന, ഉള്ളിൽ തട്ടിയിട്ടുള്ള ഭക്തി, കാട്ടിക്കൂട്ടണ ഭക്തിയും വേറൊരാളെ ഒപ്പിക്കാനുള്ള ഭക്തി, യഥാർത്ഥ ഭക്തിയിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. കാട്ടിക്കൂട്ട അയാൾ പറഞ്ഞില്ല എന്ന് എന്തെങ്കിലും ചെയ്തളയാം, അമ്പലത്തിൽ പോകാൻ നിർബന്ധിച്ചു എന്നാൽ പൊക്കളയാം, അതൊക്കെ ഒരു രണ്ടാം തരമാണ്. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ ഭക്തി അല്ല ഉത്തവൻ്റെ. ആര് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യാതിരിക്കില്ല. അപ്പം സ്വയം തോന്നിയിട്ട് ഉള്ളിലുള്ള ഭക്തി തീവ്രേണ, ഉള്ളിലിങ്ങോട്ട് തട്ടി തീവ്രഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഭക്തി ഇനി അതിലപ്പുറമൊന്നുമില്ല. നിമഗ്ന, മുഴുകിയവനായിട്ട് മിണ്ടാതെ ഇരുന്നു. സമുഹൂർത്തമഭൂത് തൂഷ്ണീം, മൗനം. കൃഷ്ണാംഘ്രിസുതയാഭൃശം, കൃഷ്ണപാദസ്മരണ നിമിത്തം ഉണ്ടായ പരമാനന്ദമായിരിക്കുന്ന അമൃതത്തിലാണ് മുങ്ങുകയാണ്. ആ അമൃതം എന്തൊരു അമൃതമാണ് അല്ലേ, അനുഭവിച്ചവർക്കല്ലേ അത് പറയാനായിട്ട് പറ്റൂ. തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃത, പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചത്മീലതൃശാശുഷ, പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത. ഭാഗവതത്തിൽ എപ്പോഴും എന്താ അറിയോ, ഞാൻ എപ്പോഴും പറയും, വിതുരൻ ചോദിച്ചു, ഉദ്ധവൻ പറഞ്ഞു, ചോദിച്ച ചോദ്യങ്ങൾ എന്ത്, പറഞ്ഞ ഉത്തരങ്ങൾ എന്ത്, അതിനേക്കാളുണ്ടത്ര പ്രാധാന്യം അത് അവതരിപ്പിക്കുന്ന രീതി, അതിനാണല്ലോ പ്രാധാന്യം. എന്തായാലും എന്തൊക്കെയോ ജോനോട് ചോദിച്ചു, അതിനെന്തൊക്കെയോ മറുപടി പറഞ്ഞു. പറഞ്ഞാൽ എന്താ അപ്പം അതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിൽ തട്ടില്ല. പക്ഷെ അതെങ്ങനെ പറയണം, അത് ഭാഗവതം പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് ഇനി ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ വിഷയവും ഇത് മാത്രമൊന്നുമല്ല, കുറച്ചും കൂടി നന്നാക്കിക്കളയെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം അത്ര ഉള്ളിൽ തട്ടുന്ന ഭംഗിയായിട്ടാണ്
ഭാഗവതത്തിൻ്റെ ആ ഒരു അവതരണ ശൈലി പല കഥകളും നോക്കുകയാണെങ്കിൽ പുളകോട് ഭിന്ന സർവാംഗോ, എല്ലാ ശരീരത്തിലും ഇങ്ങനെ രോമാഞ്ചുണ്ടായി കൃഷ്ണനെ സ്മരിച്ചിട്ടേ. മുഞ്ചന്മീല തൃശാശുച, കണ്ണടച്ചു, കൃഷ്ണനെ ഉള്ളിൽ കണ്ടുകൊണ്ട് കണ്ണടച്ചു. മീല ദൃശ ശുച, ദൃശ കണ്ണ്, മീല തന്നെ കണ്ണടക്കിയെന്നതിനാണ് മീല ദൃശ. കണ്ണടച്ച് കണ്ണ് നീരിങ്ങനെ ഒഴുകാണ് കൃഷ്ണ എന്ന് വിചാരിച്ചിട്ടേ. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് ഒഴുകി. ശുച, വളരെയേറെ ദുഃഖിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് പൂർണ്ണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹ പ്രസരസംപ്ലുത, സ്വാമിയായിട്ടുള്ള ഭഗവാന്റെ നേർക്കുള്ളതായ സ്നേഹവായ്പ്, സ്നേഹ പ്രസരസംപ്ലുത, ആ സ്നേഹം കൊണ്ട് അതിലങ്ങോട്ട് മുങ്ങി എന്ന് പറയണം. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ സപ്താഹത്തിൽ പറ്റുമോ നമുക്ക്? അതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും എന്താ പറയുക, സപ്താഹത്തിലത്തെ സമയ പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. എന്തൊക്കെ യജ്ഞാണെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വായിച്ചിട്ട് എവിടെ എത്താതെ പറയണേക്കാളും ഭേദം കുറച്ച് വായിച്ചിട്ടുള്ളത് ആസ്വദിച്ച് പറയാമെന്നൊരു അഭിപ്രായം പലർക്കും ഉണ്ട്. എനിക്ക് അഭിപ്രായം ഇതിപ്പോൾ 7 ദിവസം കൊണ്ട് മുഴുവൻ വായിച്ചു, എന്താ ഒരു കാര്യമുള്ളത്? സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലല്ലേ വായന. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുമോ? രണ്ടും പറ്റില്ല. ചുരുക്കം വായനയും നന്നാവില്ല, പറയലെന്നോ എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഇയാൾ സപ്താഹത്തിലെ വിമർശിക്കലായോ ആയി. അതന്നെ ആയത്. കാരണം വായിച്ച് അതാ മനസ്സിലായത്. എന്തേ മനസ്സിലായി? ഇതൊന്നും മനസ്സിലാവില്ല എന്ന് മനസ്സിലായി. അത്ര വേഗത്തിൽ വായിച്ച് പറഞ്ഞ് പോകേണ്ടതേ അല്ല ഭാഗവതം. സപ്താഹയജ്ഞം തെറ്റെന്ന് ഞാൻ പറയണില്ല, അത് അങ്ങനെ ഒരു കാര്യം അത്രയേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല. ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് കേട്ടോ അത്. ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പണ്ഡിതന്മാർ സപ്താഹം നിർത്തിയിട്ടില്ല. ആ ഭാഗവതം ഉൾക്കൊള്ളുന്ന തോറും സപ്താഹം നിർത്താനുള്ള ആഗ്രഹം കുറയുന്ന ഒരു തരത്തിൽ പറയാച്ച. സപ്താഹമൊന്നും ഭാഗവത ആസ്വാദനത്തിന് യോജിച്ചതല്ല. ഞാനത് വ്യക്തമായിട്ട് പറയും, വീണ്ടും പറയാം, ആലോചിക്കാതെ എന്തെങ്കിലും ഒരു വികാരത്തിൽ പറയുന്നില്ല. നടത്തിയതുകൊണ്ട് തന്നെ പറയണത്. എന്ത് ആസ്വാദനം അവിടെ നടക്കണം? ഇന്നത്തെ പറയാനുമില്ല. വഴിപാട് ചീട്ടാക്കൽ, അങ്ങടോടൽ, പടക്കം പൊട്ടിക്കൽ, രുക്മിണി സ്വയംവരം, സൂപ്പർ ഫാസ്റ്റ് വായന, സൂപ്പർ ഫാസ്റ്റ് പറയൽ, അതിൽ ഇതൊക്കെ ആലോചിച്ചൊക്കെ. പുളകോ ഭിന്ന സർവാംഗോ മുഞ്ചത്മീലശുച, ഭാഗവതം ആസ്വദിക്കണമെങ്കിൽ സപ്താഹം അല്ലാത്ത രീതിയിൽ തന്നെ പറയണം. പൂർണ്ണാർത്ഥോ ലക്ഷിതർത്ഥേന സ്നേഹപ്രസര സംപ്ലുത. ഇപ്പോൾ ഇത്ര തീർക്കണം എന്നൊരു വിചാരമില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ആസ്വദിച്ച് പറയാം അല്ലേ. സ്നേഹപ്രസര സംപ്ലുത, സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ അങ്ങനെ പെട്ട് പൂർണ്ണാർത്ഥോ, അർത്ഥത്തോടു കൂടിയവനായിട്ട് കാണപ്പെട്ടു, പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയതായിട്ട് കാണപ്പെട്ടു. ഒരു മനുഷ്യന് എപ്പോഴാണ് അർത്ഥം ഉണ്ടാവുക? അർത്ഥം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട് ഇല്ലേ. ഒന്നിനും ഒരർത്ഥമില്ല കേട്ടോ എന്ന് പറയും ചിലപ്പോൾ. എന്താ, അത് വളരെ ശരിയാ. ഒന്നിനും ഒരർത്ഥമില്ല ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു സംതൃപ്തി ഇല്ല. അപ്പോഴാണ് നമ്മൾ ഒന്നിനും ഒരു അർത്ഥമില്ല എന്ന് പറയുക. ആ അർത്ഥം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. എപ്പോഴാണ് ജീവൻ ശരിക്കും അർത്ഥത്തിലെത്തണത്? അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈശ്വരനിൽ വിശ്രമിക്കുമ്പോഴാണ്. ഇതിനെ വിശ്രമിക്കുക എന്ന വാക്ക് ഉദ്ദേശിച്ചത് വളരെ ഉദ്ദേശിച്ചിട്ടാണ്. ഭഗവത് പാദപത്മത്തിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് പോവാതെ അവിടെ തന്നെ പിടിച്ച് നിൽക്കുക. എപ്പോഴും നമുക്കതിന് കഴിയില്ല കേട്ടോ, അതും ആലോചിച്ചോളൂ. ഏതെങ്കിലും പുണ്യനിമിഷത്തിലാണ് നമുക്കതിന് കഴിയുക. അങ്ങനെ ചോദിയുണ്ടെച്ചാൽ അയാൾ പുണ്യവാനുമാണ്, ആ നിമിഷം പുണ്യനിമിഷമാണ്. ചിലപ്പോൾ നമുക്ക് തന്നെ മനസ്സ് ചഞ്ചലിക്കും. ഏതെങ്കിലും താല്പര്യം ഉണ്ടാവും ഇല്ലേ ചിലർക്ക്. മൊബൈലായിട്ടും വേറൊന്നായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട സാധനം കേട് വന്നു, എങ്ങനെ ഇപ്പം നേരെയൊക്കെ ആരെ കാണുക? ചിന്ത വന്നാൽ പോയില്ലേ. എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു വീക്ക്നെസ്, എല്ലാവർക്കും ഉണ്ടാവും. കുട്ടി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ അത് ഇത്. അപ്പോൾ ഈ ഉറച്ചു നിൽക്കുമോ? ഉറച്ചു നിൽക്കണം എന്നാണ്. അപ്പോൾ അതിനെ അനന്യ ചിന്തയോട് കൂടിയിട്ട്
ഭഗവത് പാദത്തിൽ മാത്രം, ആ മാത്രത്തിനൊന്നും കൂടി ഉറപ്പിക്കുക, അങ്ങോട്ട് നിൽക്കാനായിട്ട് നമുക്കത് സാധിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് സാധിക്കും. എപ്പോഴും അല്ല കേട്ടോ, എപ്പോഴും സാധിച്ചോളുന്നില്ല. ചില നിമിഷങ്ങളിൽ നമുക്ക് വല്ലാത്ത അനുഗ്രഹീത നിമിഷമുണ്ട്, ശപിക്കപ്പെട്ട നിമിഷമുണ്ട്, രണ്ടുമുണ്ട് ജീവിതത്തിൽ. അതിൽ നമുക്ക് തോന്നുന്നത്ര ഈശ്വര ഭാഗവതമൊക്കെ ഒന്ന് വായിച്ച് പറയാനായിട്ട് തരായില്ലോ, ഈ പാപജന്മത്തിൽ വേറെ എന്താ സാധിച്ചത്, എന്ത് നേടി? അതൊന്നും നേടിയില്ല, ഒക്കെ പടിയിട്ട് പോകേണ്ടത് ഉണ്ടെങ്കിലും നേടിയിട്ടുള്ളൂ. ഇതെങ്കിലും കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടും നമുക്ക് സാധിച്ചല്ലോ കൃഷ്ണ. എൻ്റെ ജീവിതം പാഴായിട്ടില്ല, എൻ്റെ ജീവിതം പാഴായിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോഴാണ് അർത്ഥേന പൂർണ്ണാർത്ഥോ ലക്ഷിതസ്തേന, എൻ്റെ ജീവിതം പാഴായിട്ടില്ല. നമുക്കത് പറയാൻ പറ്റണം. ഭഗവത് പാദപത്മത്തിൽ ഉറപ്പിക്കുമ്പോൾ നമുക്കത് പറയാം. ബാക്കിയുള്ളതോടൊക്കെ എന്തർത്ഥമുള്ളത് ആണ് പൂർണ്ണാർത്ഥോ, അർത്ഥം പൂർണ്ണമാവണു ജീവിതത്തിന്. വേറൊന്നുണ്ടോ ഇല്ലേ നോക്കണ്ട, അതിനെ വിട്ടേക്കൂ. ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത, ഭഗവത് പാദപത്മത്തിൽ അങ്ങോട്ട് മനസ്സിലയിക്കാൻ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പൂർണ്ണാർത്ഥോ, അർത്ഥമുള്ളതായി. ഒരു നിമിഷം ഉദ്ധവൻ അർത്ഥമുള്ളവനായി, സന്തോഷമായിട്ട് ആനന്ദത്തിൽ ലയിച്ചു. സന്തോഷം എന്ന് പറയരുത് എന്നാണ്, സന്തോഷത്തിൽ ലൗകികത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം കഴിച്ചാലൊരു പാട്ട് അത് ലൗകികമാണ്. ആനന്ദം അല്ലച്ച നിർവൃതി എന്ന് പറയണം, രണ്ടും കൂടി വ്യത്യാസമുണ്ട്. സന്തോഷത്തിൽ ഞാൻ അനുഭവിക്കണു എന്ന തോന്നലുണ്ട്, നിർവൃതിയിൽ അതില്ല. നിർവൃതിയിൽ ഞാനില്ലാണ്ടായിരിക്കണു, അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഞാനില്ലെങ്കിൽ പിന്നെ ഇവിടെ അഹങ്കാരമുണ്ടോ? അതാണ് എന്ത് പൂർണ്ണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹ പ്രസര സംപ്ലുത ശനകേർ ഭഗവൻ ലോകാൻ ലോകം പുനരാഗത വിമൃജ്യ നേത്രേ വിദുരം പ്രത്യാഗോദ്ഭവ ഉസ്മയൻ. വളരെ സാവധാനം പിന്നെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ലോകത്തിലേക്ക് വരികയാണ്. ഒന്നങ്ങോട്ട് കൃഷ്ണനിൽ ലയിച്ചിട്ടേ ഭഗവാന്റെ ലോകത്തിൽ നിന്ന് ശനകൈ മെല്ലെ നൃലോകം പുനരാഗത. ചിലപ്പോൾ നമ്മൾ ഈ ലോകാണ്ട് വിടും, ചിലപ്പോഴോ ലോകത്തിലേക്ക് വരികയും ചെയ്യും. പിന്നെ മെല്ലെ മെല്ലെ മനുഷ്യലോകത്തിലേക്ക് വന്നു. പുനഃ ആഗത, വീണ്ടും വന്നിട്ട് ഉദ്ധവൻ എന്ത് ചെയ്തു? ഉദ്ധവൻ നേത്രേ വിമൃച്ച, രണ്ട് കണ്ണും തുടച്ചു. വെള്ളം ഇങ്ങനെ ധാരധാരയിട്ട് ഒഴുകാണ്, കണ്ണീരേ. അതൊക്കെ രണ്ട് കൈകൊണ്ട് ഒന്നങ്ങനെ തുടച്ച് എത്ര തന്മയത്വത്തിൽ അവതരിപ്പിച്ചത് നോക്കൂ. അതാ ഞാൻ പറഞ്ഞ വിമൃച്ച, തുടച്ചിട്ട് ഉസ്മയൻ മല്ലെ മന്ദഹസിച്ചു, ഭഗവാനെ സ്മരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യാഹ മറുപടി പറഞ്ഞു. ശനകേർ ഭഗവൻ ലോകാൻ, ഭഗവാൻ ലോകത്ത് നിന്ന് മനുഷ്യലോകത്തേക്ക് ഒന്നങ്ങനെ വന്ന നൃലോകം പുനരാഗതാർത്ഥം വ്യക്തമാണ്. വിമൃച്ച നേത്രേ വിദുരം, കണ്ണങ്ങനെ തുടച്ച് കണ്ണീര് തുടച്ച് വിതുരനെ നോക്കി പ്രകാരം പറഞ്ഞു. പ്രത്യാഹോദ്ഭവ ഉസ്മയൻ ഉദ്ധവ ഉവാച, എന്താ പറയാൻ പോണ ദുഃഖവാർത്തയാണ്. കൃഷ്ണദ്മണി നിംലോചേ കീർണേഷ ജഗരേണക കിന്നു ന കുശലം ബ്രൂയാം ഗതശ്രീഷു ഗൃഹേഷ്വകം. ധവ, കൃഷ്ണനാകുന്ന ആ രത്നവിശേഷം അല്ലെങ്കിൽ വിശേഷപ്പെട്ട രത്നം എന്നേക്കുമായിട്ട് ഈ ലോകത്തുനിന്ന് മറഞ്ഞു. കൃഷ്ണദ്യുമണി, കൃഷ്ണനാകുന്ന രത്നം നമ്മളെ വിട്ടുപോയി എന്ന് പറയാണ്. ദ്യുമണി നിംലോചേ, സൂര്യൻ അസ്തമിച്ച സമയത്തിൽ ഏതുപോലെയായി? അസ്തമിച്ച സമയത്തെങ്കിൽ ലോകത്തിൽ കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്നർത്ഥം. സൂര്യൻ ദ്യുമണി എന്ന് പറഞ്ഞാൽ സൂര്യനാട്ടോ. എന്താ അങ്ങനെ പേര് വന്നത്? ദ്യു എന്ന് പറഞ്ഞാൽ പകലാണ്, മണി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള രത്നം എന്നാണ് സംസ്കൃതത്തിൽ. സെമന്തകമണി. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള പകലിലത്തെ രത്നം ഏതാ ചോദിച്ചാൽ സൂര്യനാണ്. സൂര്യനിലേക്ക് പകൽ തന്നെ ഇല്ലാവോ? അപ്പോൾ ഏറ്റവും പകലത്തെ പ്രധാനം എന്താ വെച്ചാൽ സൂര്യൻ, ദ്യുമണി. കൃഷ്ണനാകുന്ന സൂര്യൻ ചുരുക്കം അസ്തമിച്ചു. വിതുര, ഇനി ഞാൻ എന്താ പറയാനുള്ളത്? പറയാനുള്ളതും കേൾക്കാനുള്ളതും ഒക്കെ കഴിഞ്ഞില്ലേ? ഇപ്പോൾ പറയണ അജഗരേണ ഗീർണേഷു
ഗതശ്രീഷു കാലസ്വരൂപനായ പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇരകൾക്ക് എന്ത് സുഖം ഉണ്ടാവുക? പെരുമ്പാമ്പ് വന്നിട്ടൊരു ജീവിയെ വിഴുങ്ങുകയാണ്. മാനായിക്കോട്ടെ ആടായിക്കോട്ടെ, ആടിന് സുഖം ഉണ്ടാവുമോ? ആ ആടിൻ്റെ അവസ്ഥ എന്താ? പരമദുഃഖം. നീ ഇതിലും മേലൊരു ദുഃഖം വരാനില്ലല്ലേ? ശത്രുവിൻ്റെ വായിലേക്കാണ് വിടുക എന്ന് പറഞ്ഞാൽ അതാണ് പേടിച്ച് ഓടുന്നത് കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. പാമ്പ് ഓടുമ്പോൾ പിന്നാലെ മുമ്പിൽ ഓടുക മാൻകുട്ടികൾ, അല്ലെങ്കിൽ കടുവ ഓടുമ്പോൾ മുമ്പിൽ ഓടുന്ന മാൻകുട്ടി. അതിന് വായിലങ്ങോട്ട് അകപ്പെട്ട കഴിഞ്ഞു ജീവിതം. ഏറ്റവും വലിയ ദുരന്തമാണ് അത്. ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഏതുപോലെ? ഗതശ്രീഷു ഗൃഹേഷ്വഹം. ഒരു വീടിൽ എങ്ങനെയാണ് ഐശ്വര്യവും സമ്പത്തും ശ്രീം നഷ്ടപ്പെട്ടാൽ എല്ലാവരും ദുഃഖിക്കുന്നത്, അതുപോലെ അങ്ങനത്തെ സന്ദർഭങ്ങൾ വീട്ടിലുണ്ടാവുക സാധാരണ ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചാലാണ് അല്ലേ? ഒരു വീട്ടിൽ കാര്യമായിട്ടൊരാളാണ് മരിച്ചാൽ പിന്നെ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവും ആ ശ്രീ. പെട്ടെന്ന് പറയാനില്ല, മരിച്ച ഉടനെ അവിടെ വിളക്ക് കൊളുത്തില്ല അല്ലേ? അന്ന് ഭക്ഷണം പോലും വെക്കില്ല, വേറെ എവിടെയെങ്കിലും വെച്ചിട്ടാണ് കൊണ്ടുവരും. ഇതൊക്കെ ഏറ്റവും വലിയ അമംഗളാണ്. ഒരു വീട്ടിൽ പുകയാതിരിക്കുക, വിളക്ക് കൊളുത്താതെ ഇരിക്കുക, അതിലും വലിയ അശ്രീ. വിളക്ക് കൊളുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഓടി ഒന്ന് കൊളുത്തുന്നത് ചിലരെന്തുകൊണ്ടാണ്? മരിച്ചാലാണ് വിളക്ക് കൊളുത്താതിരിക്കുക. സാധാരണ അതും വിളക്ക് കൊളുത്താതിരിക്കണം എന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്ത്. അവിടെ മനസ്ഥിതി അതല്ലല്ലോ, കാരണം അതിൻ്റെ അനന്തരക്രിയകളാവും നമ്മുടെ മനസ്സിൽ. അപ്പം അത്ര അമംഗളം ആയിട്ടൊരു വീട് ഒരാൾ മരണപ്പെട്ടാൽ എങ്ങനെയാകുമോ അതുപോലെ ഈ ലോകം ആയിത്തീർന്നു വിതുര. എൻ്റെ ഭഗവാൻ എന്നെയും ഈ ലോകത്തെയും എന്നേക്കുമായിട്ട് വിട്ട് പോയില്ലേ. കൃഷ്ണദ്യുമണി എന്ന് പറഞ്ഞ സൂര്യൻ. കൃഷ്ണദ്യുമണി നിംളോജേ കീർണേഷ ജഗരേണക. പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടയരെ പോലെ ഈ നമ്മളൊക്കെ. കിന്നുന കുശലം ബ്രൂവൻ. എന്തു കുശലമാണ് ഇനി പറയാനുള്ളത്? ഗതശ്രീഷു ഗൃഹേഷ്വഹം. വീട്ടിലത്തെ സർവശ്രീ നഷ്ടപ്പെട്ടാൽ അവിടം എപ്രകാരം അമംഗളമായിട്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ അതുപോലെ ലോകത്തെ അന്ധകാരത്തിലാക്കി ആ ഭഗവാൻ നമ്മളെല്ലാം വിട്ടുപോയി വിതുര. ഇനി നോക്കണം. ദുർഭഗോപതലോകോയം യഥവോ നിതരാമപി ഏ സംവസന്തോ നവിദുർ ഹരിം മീന ഇവോടുപം. ഇവിടെ പറയുകയാണ്, ശരിക്ക് പറയുകയാണെങ്കിൽ ഈ യാദവന്മാർ ഭാഗ്യമില്ലാത്തവരാത്രേ. എന്താ അങ്ങനെ പറഞ്ഞത്? കൃഷ്ണൻ്റെ കൂടെ കഴിയുക, യാദവ വംശത്തിൽ ജനിക്കുക കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അവർ ഭാഗ്യമുള്ളവർ എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല പറഞ്ഞത്. ദുർഭഗോ, അവർ ദുർഭകന്മാരും ഭാഗ്യഹീനന്മാരുമാണ് എന്നാണ് വിതുര എൻ്റെ അഭിപ്രായം. അതെന്താ? അത് വേറൊന്നുമല്ല, ഈ കൃഷ്ണനാകുന്ന രത്നത്തെ അല്ലെങ്കിൽ സൂര്യനെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ട പോലെ കൃഷ്ണനെ അറിഞ്ഞില്ലാത്രേ. കൂടെ നടക്കണവർ യദുക്കളിലൊരാൾ എന്നല്ലാണ്ട് ഇതെന്താണ് വസ്തു എന്ന് അവരറിഞ്ഞില്ല. ഏ സംവസന്തോ, കൂടെ വസിച്ചിട്ട് ന വിദുർ അറിഞ്ഞില്ല. ഹരിം, ഹരി ആരാണ് എന്നറിയാതെ ഇത്രയും വലിയൊരു മഹത്വം കിട്ടിയിട്ട് അത് ആരാണ് എന്ന് അറിയാണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ ഭാഗ്യമില്ലാത്തവരെന്നല്ലാണ്ട് അവരെ എന്താ പറയുക? ആലോചിച്ചു. ഏതുപോലെ അതിൽ ഉപമ പറഞ്ഞിരിക്കണ മീന ഇവോ ഉടുപം. ഉടുപം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഉടു എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നക്ഷത്രങ്ങളുടെ രാജാവാണ് ചന്ദ്രൻ എന്നാണല്ലോ പറയുക. ഉടുപൻ നക്ഷത്ര രാജാവ്, നക്ഷത്രാധിപതി. ആരാ? നക്ഷത്രരാജൻ ചന്ദ്രൻ. നക്ഷത്രങ്ങളിൽ വെച്ചിട്ട് ശ്രേഷ്ഠനാണ് ചന്ദ്രൻ. ഒരു നക്ഷത്രം അല്ല എന്നൊക്കെ പറയും ശാസ്ത്രീയമായിട്ടൊക്കെ പറയുമ്പോൾ. സാഹിത്യപരമായിട്ടൊക്കെ പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ നാഥനായിട്ട് ചന്ദ്രനെ പറയുന്നു. നമുക്കിപ്പോൾ നോക്കിയാൽ കാണുന്നത് അങ്ങനെയാണല്ലോ അല്ലേ. ആ ചന്ദ്രനെ ആരറിഞ്ഞില്ല? മീന, മത്സ്യങ്ങൾ. അത് ഈ ചന്ദ്രൻ്റെ നിഴൽ വെള്ളത്തിലിങ്ങനെ കാണും. വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ ഇളകണ പോലെ
മത്സ്യങ്ങൾ തെറ്റിദ്ധരിക്കും ഇല്ലേ, ചന്ദ്രനാണോ ഇളകണത്? ചന്ദ്രനും സൂര്യനൊന്നും ഇളകില്ല. പക്ഷെ അതിൻ്റെ നിഴൽ വെള്ളത്തിൽ പെട്ടാൽ അതിങ്ങനെ ഇളകണ കാണാം. ചെറിയ കുട്ടികളോ അറിവില്ലാത്തവരോ എന്താ ചന്ദ്രൻ വെള്ളത്തിൽ വീണിരിക്കണ ചോദിച്ചുകൂടല്ലേ അറിവില്ലാത്തവർ, ഏതിങ്ങനെ ഇളകണമുണ്ടല്ലോ എന്ന് അല്ലേ. അപ്പം അതുപോലെ ഹരിം അറിഞ്ഞില്ല, ന വിദുർ ഹരിയെ അറിഞ്ഞില്ല. ഏതുപോലെ മീന ഇവോ ഉടുപം, മത്സ്യത്തിനെ ചന്ദ്രനെ മത്സ്യങ്ങൾ അറിയില്ല. ഈ വെള്ളത്തിൽ മത്സ്യങ്ങൾ ഇങ്ങനെ കളിക്കുമ്പോഴേ ചന്ദ്രനെ എന്തോ ഒരു വസ്തു എന്നല്ലാണ്ട് അതിനുണ്ടോ അപ്പം അത് ചന്ദ്രനാണെന്ന് അറിയണു. മത്സ്യങ്ങൾക്ക് ചന്ദ്രനെ ഉണ്ടോ തിരിച്ചറിയണു? എന്തോ ഒരു വെളിച്ചം അതിലിങ്ങനെ കാണുന്നുണ്ട്, വെളിച്ചത്തിൽ കണ്ടാൽ തിരിച്ചറിയാമെന്നല്ലാണ്ട് അത് ചന്ദ്രനാണെന്നോ വേറൊന്നാണെന്നോ എപ്രകാരം മത്സ്യങ്ങൾക്ക് അറിയില്ലയോ, അതുപോലെ വിതുര കൂടെ കഴിഞ്ഞിട്ട് അത്ര വലിയ ഒരു വസ്തുവും ഭാഗ്യവും കിട്ടിയിട്ട് ആരാ കൃഷ്ണൻ എന്ന് അറിയാത്തവരാണ് യാദവന്മാർ. എന്തേ അങ്ങനെ പറഞ്ഞ നിശ്ചല്യ വിതരണ തോന്നാൻ. ദുർഭഗോപതലോകോയം, വളരെയധികം ഈ ലോകം മോശമായിട്ട് തീർന്നിരിക്കുന്നു ഭഗവാനില്ലാത്തപ്പോഴേ. ഭഗവാനില്ലാത്തതുകൊണ്ടാണ് അത്രയധികം വിഷമങ്ങൾ വരണത് എന്നാ. ഭഗവാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ദുർഭഗോപത ലോകോയം, ലോകം തന്നെ എനിക്കിനി കാണണ്ട. ഇതവോ നിതരാമപി ഏ സംവസന്തോ നവിതുർ ഹരിം മീന ഇവോടുപം. മത്സ്യങ്ങൾ ചന്ദ്രനെ അറിയാത്ത പോലെ യാദവന്മാർ ഈ കിട്ടിയതായിട്ടുള്ള മഹാഭാഗ്യത്തെ എന്താണ് ഏതാണ് എന്നറിയാതെ 125 കൊല്ലാണ് ഭഗവാന്റെ ആയുസ്. അവരോടുകൂടി കഴിഞ്ഞു. ഈ ഉദ്ധവൻ തുടരുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.